ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ജംഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിലൂടെ കാണിക്കുന്നത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അതായത് നമ്മൾ പാലപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അരിയൊക്കെ കുതിർത്ത് അരയ്ക്കാറും അതുപോലെ തേങ്ങയൊക്കെ ചേർത്താണ് അരയ്ക്കാറ്. എന്നാൽ ഈ അപ്പത്തിന് അരി കുതിർത്ത് അരയ്ക്കുകയും വേണ്ട, അതുപോലെ തന്നെ തേങ്ങ ചേർക്കുകയും വേണ്ട. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി ചേർക്കുകയാണ്. നമ്മൾ പത്തിരിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ചോറും ചേർത്ത് കൊടുക്കാം. എത്രയാണോ നിങ്ങൾ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് ചോറ് ചേർക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈസ്റ്റിൻ്റെ മിക്സും ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് മാവ് അരച്ച സമയത്തും 1/4 കപ്പ് ഈസ്റ്റിൻ്റെ മിക്സ് ഉണ്ടാക്കുന്ന സമയത്തും ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം 5 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതായിപ്പോൾ 5 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ മാവൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് ചൂടുള്ള സമയം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തത് കാരണം ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കുന്ന മാവിൻ്റെ സെയിം കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. ഇതാ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ തന്നെയാണ് മാവുള്ളത്. ഇനി അപ്പച്ചട്ടി ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ വെള്ളപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ. എന്നിട്ട് ഹോൾസൊക്കെ വരുന്ന സമയത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, നല്ല ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അരി കുതിർത്ത് തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ അതേപോലെ തന്നെയാണ് കാണാനും കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഇതാ കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ് അപ്പം. ഉള്ളിലൊക്കെ നല്ലപോലെ ആരെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരപ്പം ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അരി കുതിർക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തേങ്ങ ഇല്ലെങ്കിലും പ്രശ്നമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു അപ്പം ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്